ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യയുടെ നേരെ ചീറിപ്പാഞ്ഞു വന്ന പാക് ഭീകരന്മാരുടെ ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെയാണ്. അതിനെ തുടർന്ന് ഇന്ത്യ എടുത്ത നിലപാടും ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ വെന്നിക്കൊടി പാറിച്ചതുമൊക്കെയാണ് നിൽക്കുന്നത്. ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട പലരും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു, അവരവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു, പലരും അത് ഷെയർ ചെയ്യുന്നു. അതുപോലെ പ്രഗത്ഭരുടെ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അഭിപ്രായങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെയൊക്കെ തന്നെ രാജ്യസ്നേഹം ഒരു പടി കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ്. ഈ അവസരത്തിൽ എറണാകുളത്തുള്ള സാമൂഹ്യ പ്രവർത്തകയായ സിബി പി കെയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കാണാതെ പോകരുത്. ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ, കഴിഞ്ഞ ദിവസം വരെയുള്ള എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പഞ്ചാബിലെത്തി, അതായത് പാക് അതിർത്തി പ്രദേശത്ത് വ്യോമത്താവളത്തിലെത്തി സൈനികരുമായിട്ട് അവിടെ ചെലവഴിക്കുന്ന ആ രംഗം, അതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് ഏറ്റവും വിരുദ്ധമായി നിന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എന്നാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഒരുവിധം സംയമനം പാലിച്ചു. ബേബിയും ബ്രിട്ടാസും സ്വരാജും ഒക്കെ ഒഴിച്ചാൽ എതിർശബ്ദങ്ങൾ കുറവായിരുന്നു. പിണറായി പോലും പലപ്പോഴും പരസ്യ പ്രസ്താവനകളിലൂടെ രാജ്യത്തിനൊപ്പം നിന്നു. ഈ ബേബിയുടെ പ്രസ്താവനയും എതിർശബ്ദവും എന്നൊക്കെ പറയുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. പാകിസ്ഥാൻ അനുഭാവി എന്ന് മുദ്ര കുത്തിയിരുന്ന അസറുദ്ദീൻ ഒവൈസി രാജ്യത്തിനൊപ്പം കട്ടയ്ക്ക് നിന്നു. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ മൗനം പാലിച്ചു. ഒരു പരിധിവരെ അർബൻ നക്സൽസും അധികം പ്രശ്നങ്ങൾ ഇക്കുറി ഉണ്ടാക്കിയില്ല. എപ്പോഴും മോദി വിരുദ്ധ നിലപാടെടുക്കുന്ന മലയാള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉത്തരവാദിത്തത്തോടെ വാർത്തകൾ നൽകി. പ്രശാന്ത് രഘുവംശം, വിനു വി ജോണ്, അരുൺകുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ പ്രത്യേകിച്ച്, മറ്റുള്ളവരും രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ എന്തായിരുന്നു? ലോകത്തിന് ഭാരതമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഗാന്ധിയും കോൺഗ്രസുമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ, രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ, സിദ്ധരാമയ്യ മുതൽ വി ടി ബൽറാം വരെ പാകിസ്ഥാന്റെ സ്വരത്തിൽ സംസാരിച്ചു. രാജു പി നായരൊക്കെ ഇന്ത്യക്കാരനാണോ എന്ന് തന്നെ സംശയിച്ചു പോയി. ശശി തരൂർ ഒഴികെയുള്ള കോൺഗ്രസ് പാർട്ടിക്കാരുടെ സ്വരം പാകിസ്ഥാന്റെ സ്വരമായിരുന്നു. പാകിസ്ഥാൻ മീഡിയയും സർക്കാരും ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കോൺഗ്രസ്സുകാരുടെ പ്രസ്താവനകളായിരുന്നു. കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസിന്റെ ഇലക്ഷൻ വാഗ്ദാനം എടുത്തുവെച്ചാണ് കശ്മീർ ഇന്നും ഒരു തർക്ക വിഷയമാണെന്നും കോൺഗ്രസ് പാകിസ്ഥാനൊപ്പമാണെന്നും അവർ ന്യായീകരിച്ചത്. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞപ്പോൾ മുതലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ മേധാവി സുപ്രിയയുടെ നിലപാടുകൾ, പ്രധാനമന്ത്രിയുടെ ശരീരവും ഗായബ് എന്ന തലയുമായി അവരിറക്കിയ ഫോട്ടോ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ രാജ്യത്തിൻ്റെ മുഖം മോശമാക്കി. അതുപോലെ തന്നെയായിരുന്നു യുദ്ധസമയത്ത് അവർ സ്വന്തം എക്സ് ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്ത വാർത്തകളും. ഇതൊക്കെ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കിയ കളങ്കം വളരെ വലുതാണ്. യുദ്ധസമയത്ത് ഒരുമിച്ച് നിന്ന് രാജ്യത്തിന് പിന്തുണ കൊടുക്കേണ്ട സമയത്ത് കോൺഗ്രസ്സുകാർ മറന്നുപോയ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് അവർക്കറിയാത്ത ചരിത്ര സത്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ഞാൻ അടക്കമുള്ള രാജ്യസ്നേഹികൾക്ക്. 1971 സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് വേണ്ടി ഇന്ദിര രാജ്യത്തെ ഒറ്റുകൊടുത്ത ചരിത്രം, ഇന്ദിരയുടെ ചരിത്രം ലോകത്തിന് മുന്നിൽ സധൈര്യം വിളിച്ചു പറഞ്ഞ നാം, മനേക്ഷാ എന്ന 1971 യുദ്ധത്തിലെ ഇതിഹാസം, ഭാരതം കണ്ട എക്കാലത്തെയും മികച്ച സൈനിക മേധാവിയോട് നെഹ്റു കുടുംബം കാണിച്ച നെറുകേടിൻ്റെ കഥ, ഭാരതത്തിലെ തീവ്രവാദികൾ ബലൂചിസ്ഥാൻ പോരാളികളെ സഹായിക്കുന്നുവെന്ന് മൻമോഹൻ എന്ന പാവ പ്രധാനമന്ത്രി ലോകത്തോടെ സമ്മതിച്ച കഥ, യാസിൻ മാലിക് അടക്കമുള്ള തീവ്രവാദികളെ മൻമോഹൻ സിംഗും അഭിഷേക് മനു സിംഗ്വിയും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ വിരുന്നൂട്ടിയ കഥകൾ, നെഹ്റുവിൻ്റെ നാറിയ കഥകൾ ഒക്കെ നമുക്ക് പറയേണ്ടി വന്നു. അതെ, അതിർത്തിയിൽ നമ്മുടെ സേനകൾ ശത്രുക്കളോട് പോരാടുമ്പോൾ നമ്മൾ അകത്തുള്ള ശത്രുക്കളോട് പോരാടുകയായിരുന്നു. എന്നും ഭാരതത്തിൻ്റെ ശത്രുക്കൾ കോൺഗ്രസ് ആണ്.
പുൽവാമ ആക്രമണം മോദി പ്ലാൻ ചെയ്തതാണ് എന്ന നറേറ്റീവ് സൃഷ്ടിച്ച് രാജ്യത്ത് സൈനിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച രാജ്യവിരുദ്ധരാണവർ. ഇന്നിപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെ പരസ്യമായി സമ്മതിച്ചു പുൽവാമ അവരുടെ ഐഡിയ ആയിരുന്നെന്ന്. ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ മരിച്ചത് കുറേ മരങ്ങളാണ്, തീവ്രവാദികളല്ലെന്ന് പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവ് ചോദിച്ച് സൈന്യത്തിൻ്റെ വീര്യം കെടുത്തി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓരോ ആക്രമണത്തിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടേണ്ടി വന്നു സൈന്യത്തിന്. യുദ്ധകാലത്ത് പോലും ശത്രു രാജ്യത്തിനൊപ്പം നിൽക്കുന്ന രാജ്യദ്രോഹികളുടെ ഒരു കൂട്ടമായി കോൺഗ്രസ് മാറി. ലോക ചരിത്രത്തിൽ ആദ്യമായി ആണവശക്തിയായ ഒരു രാജ്യത്തെ 3 ദിവസം കൊണ്ട് തച്ചുപൊടിച്ച് കളഞ്ഞു. പാകിസ്ഥാന്റെ ആണവായുധത്തിന് മേൽ വരെ കൈവച്ചു നമ്മൾ. ശത്രു രാജ്യം ലോകം മുഴുവൻ ജീവൻ രക്ഷാർത്ഥം ഓടി. അവസാനം കയ്യും കാലും പിടിച്ച് യുദ്ധം അവസാനിപ്പിച്ചു. എന്നിട്ടും യുദ്ധത്തിൽ നമ്മൾ തോറ്റു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. യുദ്ധത്തിൽ തങ്ങൾ ഭാരതത്തെ തോൽപ്പിച്ചു എന്നൊരു തോന്നൽ പാകിസ്ഥാനികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അവരുടെ അനാവശ്യ ചോദ്യങ്ങളും ഇന്ദിരയുടെ ചരിത്രം പറച്ചിലുമാണ്. നമ്മുടെ സൈനിക ശേഷിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധ സംവിധാനങ്ങളുടെ മേന്മകൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് അവർ ഇന്ദിരയുടെ മഹത്വം പറഞ്ഞപ്പോൾ നമുക്ക് എം ഒ മത്തായിയുടെ പുസ്തകത്തിൻ്റെ ഏടുകൾ വരെ വായിച്ച് കേൾപ്പിക്കേണ്ട ഗതികേട് വന്നു. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. രാജ്യസ്നേഹികൾ എന്ന് ഓർത്തു വയ്ക്കണം, യുദ്ധമുഖത്ത് നിൽക്കുന്ന സ്വന്തം രാജ്യത്തോടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കാണിച്ച നെറുകേടിൻ്റെ കഥ. മോദിയല്ല രാജ്യം, വെറും 5 കൊല്ലത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരി മാത്രമാണ് മോദി. മോദി വിരോധം രാജ്യവിരുദ്ധതയാകരുത്, ആകാൻ പാടില്ല. ആയാൽ രാജ്യസ്നേഹികൾ അത് അംഗീകരിക്കില്ല. പാകിസ്ഥാനേക്കാൾ വെറുക്കപ്പെടേണ്ട ശത്രുക്കളുടെ കൂട്ടമാണ് കോൺഗ്രസ് പാർട്ടി. മലബാർ സൈഡിലുള്ള കൂട്ടുകാർ പറയും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പിന്നെ മതതീവ്രവാദികളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റില്ലെന്ന്. അവരാണ് പോലീസ് സ്റ്റേഷനും നാടും ഭരിക്കുന്നതെന്ന്. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഭേദമെന്നവർ പറയും. അതെ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഇന്ന് ആവശ്യം. അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കരുതിയിരിക്കണം, രാജ്യവിരുദ്ധർ വോട്ട് ചെയ്യരുത്. ഇവരുടെ രാജ്യവിരുദ്ധത പരക്കെ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഇനി ഒരിക്കലും ഓരോരുത്തരും വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തു പോകും എന്നാണ് ഈ PK ഷിബി എന്ന സാമൂഹ്യ പ്രവർത്തക ഈ ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതൊരു തുറന്ന് പറച്ചിൽ തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പലപ്പോഴും രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാഹുൽ ഗാന്ധി ഭാരതം വിട്ടുപോകുമല്ലോ. എന്താണ് ചെയ്തത്? അയൽ രാജ്യങ്ങളിൽ പോയി നമ്മുടെ കുറ്റങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വിളിച്ചു പറയുക, ശത്രുക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഇന്ത്യയോടെ പോരാടുക, ഇതൊക്കെയല്ലേ കണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് ആരും എഴുതിപ്പോകും എന്നുള്ളതാണ്. ഇതിവർക്ക് വീണ്ടും വീണ്ടും രാജ്യത്ത് ഇവരുടെ ബലം ക്ഷയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിവർക്ക് വലിയ നാശത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇത് അവസാനമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്.